ഹലോ ഫ്രണ്ട്സ്, നല്ല സോഫ്റ്റായിട്ട് നല്ല വേഗം എളുപ്പത്തിൽ ആക്കുക ഒരു മുത്താരി ദോശ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോവാം. 3 സ്പൂൺ മുത്താരി പൊടി എടുത്ത് കുറച്ച് ഉപ്പ് നല്ലോണം മിക്സാക്കി കൊടുക്കണം. ഇത് നല്ല മിക്സായ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒരു കട്ടയില്ലാത്ത പോലെ നല്ല മിക്സാക്കി കൊടുക്കാം. ഇത് നല്ല മിക്സായിന്. ഇത് ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റിൽ വെക്കുക. ഇപ്പോൾ നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാം. തക്കാളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിന്. തക്കാളി ഫസ്റ്റ് ഇട്ടിട്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ട് വരണം. നല്ല ഫ്രൈ ആയിന് ഇപ്പോൾ വെളിച്ചെണ്ണയിൽ. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ട് പിന്നെ കുറച്ച് ജീരകം ഇട്ടിട്ട് നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കുക. തക്കാളി നല്ല സോഫ്റ്റായിട്ട് വരണം. അത് നല്ല സോഫ്റ്റായിട്ട് വന്ന് ഇങ്ങനെ നല്ല ഫ്രൈ ആയിന്. ഇപ്പോൾ നമ്മളിത് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് കുറച്ച് ഇത് തണുക്കണം. തണുത്ത പിന്നെ നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് ഗ്രൈൻഡ് ആക്കുക. ഇത് ഇപ്പോൾ കുറച്ച് ഞാൻ മുളക് പൊടിയും ഉപ്പും ഇടുന്നുണ്ട്. പച്ചമുളക് ഇടുന്നില്ല, മുളക് പൊടി ഇടുന്നത്. ഇപ്പോൾ ഇത് ഞാൻ അരച്ചിട്ട് വന്നു. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുക്, കറിവേപ്പില ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ ആ അരച്ച തക്കാളി ഇതിലിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ തക്കാളി ചമ്മന്തി റെഡിയായിട്ട് വന്നു. ഇതിപ്പോൾ റെഡിയായിട്ട് വന്നിന്. ഇപ്പോൾ നമ്മൾ മുത്താരി ദോശൻ്റെ മാവ് കാണാം. മുത്താരി ദോശ മാവ് സഹ അരമണിക്കൂറായി. ഇതിപ്പോൾ ചുടാൻ സമയമായിന്. ഇപ്പോൾ നമ്മൾ ദോശ ചുട്ടിട്ട് വരാം. മുത്താരി ദോശക്ക് നെയ്യ് ഇല്ല വെളിച്ചെണ്ണ ഏതായാലും ഒന്ന് നമ്മളത് ഇട്ട് കൊടുക്കണം. അത് എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ നെയ്യ് ഇടുന്നുണ്ട്. കുറച്ച് നെയ്യിട്ടാൽ നല്ല റോസ്റ്റായിട്ട് തിക്കായിട്ട് നമ്മൾ അരി ദോശൻ്റെ പോലെ വരും. തിരിച്ചിടാം. ഇപ്പോൾ ഇത് മുത്താരി ദോശ റെഡിയായി. നല്ല സോഫ്റ്റായിട്ടുണ്ട്. അതൊക്കെ തക്കാളി ചമ്മന്തി നല്ല കോമ്പിനേഷന്. ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഇടണേ. ആദ്യമായിട്ട് കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യണേ.